ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആർക്കെങ്കിലും പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ്. കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നു. ഇവിടെ 5 ഓഫ് കപ്സ് ആണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. ജഡ്ജ്മെന്റ് വന്നിരിക്കുന്നു. ടെമ്പറൻസ്, 3 ഓഫ് പെന്റക്കിൾസ്, 7 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. പേജ് ഓഫ് സോർഡ്സ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്, നൈറ്റ് ഓഫ് കപ്സ്, 4 ഓഫ് സോർഡ്സ്, ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ്. നമുക്ക് നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അതായത് 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിലേക്ക് സാമ്പത്തികപരമായ ഒരു മാറ്റം വരുന്നുണ്ട്, ഒരു അഭിവൃദ്ധി വരുന്നുണ്ട്. കാരണം കണ്ടില്ലേ, ഇവിടെ തൊട്ടടുത്തായിട്ട് ചാരിയറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെതാണ് ഇവിടെ എന്ന് കാണുന്നത്. ദൈവാനുഗ്രഹത്തിന്റെ എനർജിയാണ്. കാരണം ഇവിടെ ഈ 6 ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് തന്നെ വരുന്ന ഒരു എനർജിയാണ്. ഒരു വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. കാരണം സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കൊരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളതാണ്. ഒരു അഭിവൃദ്ധി വരുന്നുണ്ട് പഴയതിനെ അപേക്ഷിച്ചിട്ട്. കാരണം നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടാകും കുറച്ചൊക്കെ സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിൽ പാപങ്ങൾക്കും കൂടെ കൊടുത്ത് സഹായിക്കാമായിരുന്നു എന്ന്. നിങ്ങളുടെ നല്ല മനസ്സോടുകൂടി നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ചിലർക്ക് അത് നിങ്ങൾ ഇവിടെ പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ ഒരു എനർജി നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി തന്നെയുമല്ല, അടുത്തായിട്ട് ഇവിടെ 10 ഓഫ് വാൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ കടന്നു പോയിട്ടുള്ള ടഫ് സിറ്റുവേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ജീവിതത്തിലെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾ ഇപ്പോൾ കൊണ്ടു നടന്നിരുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ. കാരണം നിങ്ങളുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ കൂടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഏറ്റെടുത്ത് വളരെയധികം ഭാരം ചുമന്ന ഒരു ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുകയാണ്. കാരണം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സമയമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിനായിട്ട് സാമ്പത്തികവും ഇല്ല. പക്ഷെ സാമ്പത്തികമൊക്കെ ചെലവാക്കി മറ്റുള്ളവർക്ക് വേണ്ടി കണ്ണുമടച്ച് ത്യാഗം ചെയ്യുന്ന എനർജി ആയിരുന്നു നിങ്ങൾക്ക് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇനി നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം ആർക്കെല്ലാം എന്തെല്ലാം ചെയ്തു കഴിഞ്ഞാലും തിരിച്ച് നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള എനർജി ഒന്നും തിരികെ വരില്ല. നിങ്ങൾക്കൊരു സ്നേഹവാക്ക് പോലും കേൾക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ചെയ്തിട്ട്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു എനർജി ഇവിടെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു, എന്നിട്ട് നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി അതുമല്ല, ചില നിങ്ങളുടെ ജോലി സ്ഥലത്തൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ തീരാറായിട്ടുണ്ടാവാം. എന്നിട്ട് പുതിയ ഒരെണ്ണം ഏറ്റെടുത്ത് ചെയ്യുന്ന എനർജിയും ആവാം. അല്ലെങ്കിൽ പുതിയ ചില ജോലികളിലേക്കുള്ള പ്രവേശനമാകാം. എന്തായാലും ശരി, നിങ്ങൾക്കിവിടെ എന്തോ ഒരു പുതിയ തുടക്കം വരാൻ പോകുന്നുണ്ട്. ഒന്ന് എൻഡായിട്ട് ഒന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
അപ്പോൾ കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളിവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ എന്തിനോ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത്. വന്നു ചേരും എന്നുള്ളതിന് ഇവിടെ ഫുൾ മൂൺ എനർജി കാണിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരിപൂർണമായും നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ വൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും 5 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഈ 5 ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്ക് ആരുമില്ല, ഒരു കൂട്ടിന് ആരുമില്ല എന്നൊക്കെയുള്ള ചില ചിന്തകൾ നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ട. കാരണം അത് നിങ്ങളുടെ ഒരു സമയദോഷം കൊണ്ട് ആയിരിക്കാം. മനസ്സിലായോ? അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. ഈ ഒരു ഒറ്റപ്പെടൽ എന്നുള്ളത് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വരേണ്ടത് തന്നെയാണ്. കാരണം ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ കുറേ അധികം വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ തരണം ചെയ്യും, മറികടന്ന് നിങ്ങൾ മുന്നോട്ട് വരും. അപ്പൊ ഈ ഒരു അവസ്ഥയെ മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോൾ എന്താണ്, വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനാണ് ഇവിടെ സാധ്യത കാണുന്നത്. ഇവിടെ ഏഞ്ചൽ ബ്ലെസ്സിങ്ങോടുകൂടി നിങ്ങൾക്ക് പുതിയൊരു ലൈഫിലേക്ക് വരാൻ സാധിക്കും. ആ ഒരു പുതിയ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ടെമ്പറൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ലൈഫ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുവരെ ഇവിടെ നിങ്ങൾ വിഷമിച്ചിരുന്ന ഈ സാഹചര്യത്തിൽ നിന്നും വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. നല്ല പ്രോഗ്രസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. കാരണം ആ ഒരു നെഗറ്റീവ് എനർജിയിൽ നിന്ന് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് വരുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ തന്നെ പുതിയൊരു ചാപ്റ്റർ ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും, ഒരുപാട് കരഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ദൈവമേ ഇനിയെങ്കിലും എനിക്കൊരു നല്ല സമയം തരണേ എന്ന്, അല്ലേ? പലരും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് ഇതാണ്, ദൈവമേ എനിക്ക് ഇനിയെങ്കിലും ഒരു നല്ല ലൈഫ് തരണേ, നല്ലൊരു ജീവിതം തരണേ, ഞാൻ അനുഭവിച്ചതിൻ്റെ അത്രയും മറ്റാരും അനുഭവിച്ചിട്ടില്ല, ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ നിന്നും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കത്തിലേക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ആ ജീവിതം നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്ങോടുകൂടി വളരെയധികം മാറ്റങ്ങളോടുകൂടി ഈ ലൈഫ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത്. 3 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ ആരോടെങ്കിലും നിങ്ങൾ സാമ്പത്തികത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഒരു ജോലിയിലേക്ക് പുറപ്പെടാനുള്ള ആ ഒരു സാഹചര്യം ഇവിടെ ഒരുങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ 2-3 പേര് ചേർന്ന് എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു, പുതിയൊരു സംരംഭം തന്നെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിലിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്ന എനർജി ഉണ്ട്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് മുൻപേ തന്നെ ആരെങ്കിലും സാമ്പത്തികം തരാനുള്ള എനർജി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനും കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ആ വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ലോൺ എടുക്കാനായിരിക്കാം. ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായ കാര്യങ്ങളുടെ ആവശ്യം ഉണ്ടായേക്കാം. അതിനായിട്ട് നിങ്ങൾ ചിലപ്പോൾ കൂടിച്ചേർന്ന് ലോൺ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ലോൺ നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അത് കാത്തിരുന്നതിന് ശേഷമാണ് ഇവിടെ നിങ്ങൾക്ക് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. ഇവിടെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് ലഭിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളിവിടെ പുതിയതായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ പോകുന്നതിന്, ആ തുടങ്ങാൻ പോകുന്നതിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് ആണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ പല വിധത്തിലുള്ള മാർഗങ്ങളും ആരായുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾക്ക് ഇവിടെ ഒരു വെയിറ്റിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് പല വിധത്തിലുള്ള സാമ്പത്തികമായിരിക്കാം, ലോൺ എടുക്കാനുള്ളതായിരിക്കാം, ചിലപ്പോൾ ചിട്ടി, കുറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളതായിരിക്കാം. അതുമല്ല എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റ് ജോലി ചെയ്തതിൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടാൻ ഉണ്ടായിരിക്കാം. മുൻപേ തന്നെ കടം വാങ്ങിച്ചവർ ആരെങ്കിലും നിങ്ങൾക്ക് തരാനുണ്ടായിരിക്കാം. ഇങ്ങനെ പല തരത്തിലുള്ള സാഹചര്യമാണ് സാമ്പത്തികത്തെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതാണ് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ അവസ്ഥയിലേക്ക് വരാൻ. ഇവിടെ അതിനായിട്ട് നിങ്ങൾ ഇവിടെ ആക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ
ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ്, ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഒക്കെ നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ്, ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ അവസ്ഥയിലേക്ക് വരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നാലും സാമ്പത്തികം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്ന എനർജിയാണ്. ഇവിടെ നിങ്ങൾ സാമ്പത്തികം മാത്രമാണ് ലക്ഷ്യമാക്കുന്നത്. സമ്പത്തിനെ മാത്രം ലക്ഷ്യമാക്കിയാണ് നിങ്ങൾ ഈ ഒരു തുടക്കത്തിലേക്ക് വരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകളെ ഓർത്ത് ഇനി എത്രമാത്രം ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, എനിക്കിത് കുറച്ച് മുന്നോട്ട് വരണം, കുറച്ചൊരു അഭിവൃദ്ധി വേണം, അല്ലെങ്കിൽ കുറച്ചൊരു പ്രോഗ്രസ് വേണം എന്നൊക്കെ വളരെയധികം ആഗ്രഹത്തോടു കൂടി ചിന്തിച്ച് അല്ലെങ്കിൽ അതിനായിട്ട് പ്രയത്നിച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ മുന്നോട്ട് വരുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ അത് സാധ്യമാക്കാൻ സാധിക്കും. കാരണം നിങ്ങൾക്കത് സാധ്യമാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ കൂടി ഒരു പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണെന്ന് കാണുന്നുണ്ട്. നിങ്ങളൊരു നല്ല ഹീലർ ആവാം, ചിലപ്പോൾ ടീച്ചർ ആവാൻ, ചിലപ്പോൾ ട്യൂഷൻ എടുക്കുന്ന ആളായിരിക്കാം, ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ബിസിനസ് ചെയ്തിട്ട് വീട്ടിലിരുന്ന് സാമ്പത്തികം ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും വഴിയിലൂടെയെങ്കിലും സാമ്പത്തികം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ നല്ലതുപോലെ പ്രയത്നിക്കുന്നുണ്ട്. നന്നായിട്ട് നിങ്ങൾക്ക് ആശയവിനിമയം ചെയ്ത് തന്നെ മുന്നോട്ട് പോയാലേ ഇത് നേടാൻ കഴിയൂ എന്ന് നിങ്ങൾക്കറിയാം. വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം ഒരു ബിസിനസ്സൊക്കെ വിജയിക്കണമെങ്കിൽ എന്താണ്, നല്ല രീതിയിൽ സംസാരിക്കണം, നല്ല മധുരമായിട്ട് സംസാരിക്കണം, അല്ലേ? വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കണം. എത്ര മോശം പ്രോഡക്ട്സ് ആയാലും അത് വിറ്റ് അഴിക്കണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ്, വളരെ മധുരമായിട്ട് സംസാരിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലേ? അത്രമാത്രം വളരെ മധുരമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ആരുടെയെങ്കിലും ഒക്കെ മെസ്സേജ് വരാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രണയം വരാനോ സ്നേഹം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത ഇവിടെ വന്നിരിക്കുന്നു. ചിലപ്പോൾ ദൂരദേശത്തു നിന്നും ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും സാഹചര്യമോ ഒക്കെ നിങ്ങളിലേക്ക് സ്നേഹം കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്. സ്നേഹം തരുന്ന ചില സാഹചര്യവും നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ലവ് പ്രപ്പോസൽ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളെ ആദ്യമായിട്ട് കാണാൻ ആരെങ്കിലും വരികയായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള അതൊരു നല്ല വ്യക്തി ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം എന്നും കാണുന്നുണ്ട്. നല്ലൊരു വ്യക്തിയും ആയിരിക്കാം. പിന്നെ ഇനി അതുമല്ല എങ്കിൽ നിങ്ങളിലേക്ക് മറ്റു പല നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ പറ്റിയ ചില ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നതും ആവാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് പലരും എന്ന് കാണുന്നുണ്ട്. ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കുറച്ചൊന്ന് അകൽച്ച വരുന്നു എന്ന് ഇവിടെ കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളോട് സ്നേഹിച്ച് കൂടെ ഇരുന്നവർ തന്നെ എന്തെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞിട്ട് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് പിണങ്ങി മാറുന്ന എനർജിയും ഉണ്ട്. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്, അസുഖം ബാധിച്ചിട്ടൊക്കെ ആയാലും നിങ്ങളുടെ പാർട്ട്ണർ കുറച്ച് നാളത്തേക്ക് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്നതാവാം, അല്ല എങ്കിൽ നിങ്ങൾ അവരിൽ നിന്നും വിട്ടുപോകുന്ന എനർജിയും ഇവിടെയുണ്ട്. അത് കുറച്ച് നാളത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നും കാണുന്നുണ്ട്. അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിൽ രണ്ടുപേരും കൂടി ചിലപ്പോൾ നിങ്ങൾ കൂട്ടുകാരാവാം, അതുമല്ലെങ്കിൽ പാർട്ട്ണർ തമ്മിലുള്ള പ്രശ്നമാവാം. അപ്പോൾ അങ്ങനെ ആയാലും നിങ്ങൾ ഇവിടെ ചിലപ്പോൾ കോംപ്രമൈസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും പല കാര്യങ്ങളിലൂടെ. അങ്ങനെയായാലും എന്തെങ്കിലും പറഞ്ഞിട്ട് സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരിൽ കുറച്ചൊന്ന് അകൽച്ച ഇവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. 5 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, ക്യൂൻ ഓഫ് പെന്റക്കിൾസ്. നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, ഇത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമായി കിട്ടും. ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസ് കണ്ടില്ലേ, ഈ ഒരു എനർജിക്ക് വേണ്ടി നിങ്ങളിവിടെ പാടുപെടുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾ ഇതിലേക്ക് തന്നെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നു, ഇത് നേടണം എന്നുള്ള അമിതമായ ആഗ്രഹത്തോടു കൂടി നിങ്ങൾ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് അത് തന്നെ. ചിലപ്പോൾ സാമ്പത്തികപരമായ കാര്യത്തിന് വേണ്ടി നിങ്ങൾ അവിടെ നോക്കി നിൽക്കുന്നു എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കവും വരുന്നുണ്ട്. കണ്ടില്ലേ, വളരെയധികം ദൈവത്തെ വിശ്വസിച്ച് ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിനായിട്ട് ചിലപ്പോൾ പരിശ്രമിച്ചിട്ട് ദൈവത്തെ കൂടി വിശ്വസിച്ചിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ പറ്റും നിങ്ങളുടെ ആ ഒരു സക്സസ്.
നിങ്ങൾ ആഗ്രഹിക്കുന്ന സക്സസ് നിങ്ങളുടെ കയ്യിൽ ഒതുക്കാൻ പറ്റും, ലഭിക്കും, നിങ്ങൾക്കത് നേടാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് ഒന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളിലേക്ക് എന്താണ് ഏഞ്ചൽസിന്റെ മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. 2 കാർഡ്സ് എടുക്കാവേ. പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. അതെ, നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ അത് നിങ്ങൾക്ക് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു സമയമാണ് നിങ്ങൾക്കിവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ടെമ്പറൻസ് വന്നപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബാലൻസ് ചെയ്തു പോകാൻ തക്കതായ നല്ല ബ്ലെസ്സിങ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ കണ്ടില്ലേ, പെർഫെക്റ്റ് ടൈമിംഗ് ആണ്, വളരെ നല്ല സമയമാണ്. നിങ്ങളിത് എന്തെങ്കിലും തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നോ? പുതിയൊരു ബിസിനസ്സിലേക്ക് കടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇവിടെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടോ? അതൊക്കെ നിങ്ങൾക്കിവിടെ പെർഫെക്റ്റ് ആണ്, ടൈമിംഗ് നല്ല സമയമാണ് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. നോട്ട് ദ റൈറ്റ് ടൈം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുകയാണ് ഇതല്ല, ശരിയല്ല സമയം എന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും അങ്ങനെയല്ല. നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ഉണ്ട്, നിങ്ങൾ അത് തുടങ്ങിക്കോളൂ, നിങ്ങൾ മുന്നോട്ട് വന്നോളൂ. അപ്പോൾ സമയം ശരിയല്ല എന്ന് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ പാടില്ല എന്നാണ് വന്നിരിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നിങ്ങൾക്ക് ഇവിടെ ഏതൊരു കാര്യത്തിനും നമ്മൾ പറഞ്ഞില്ലേ, ഇവിടെ ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജി വന്നപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടത്തണം. ബിസിനസ് കാര്യങ്ങളിൽ ചെറിയ ചില സംരംഭങ്ങൾ നിങ്ങൾ തുടങ്ങുന്നു, അത് നിങ്ങൾക്ക് മുന്നോട്ട് വളരെയധികം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ, സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരാളിനോട് വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തിയേ പറ്റൂ. അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത്. മനസ്സിലായി? നിങ്ങളിപ്പോൾ ഒരു ബിസിനസ്മാൻ ആണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ലേഡി ആണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സക്സസിന് വേണ്ടി അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തേണ്ടത്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കണം. മനസ്സിലായി? ഒരു കാര്യത്തെക്കുറിച്ച് സംശയം ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവുണ്ടാകണം. അതുപോലെ തന്നെ വളരെയധികം പോസിറ്റീവായിട്ട് സംസാരിക്കുകയും വേണം. ലെറ്റ് ഗോ. നിങ്ങൾക്കിനി എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അത് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്ന ചില സാഹചര്യങ്ങളാണ് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ ലെറ്റ് ഗോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കതിനെ വിട്ടുകളയാവുന്നതാണ്. അല്ലെങ്കിൽ ഡിവൈനിലേക്ക് പൂർണ്ണമായിട്ടും സമർപ്പിക്കാവുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ബിഗ് ഹാപ്പി ചേഞ്ചസ്, നിങ്ങളിലേക്ക് നല്ല ചേഞ്ചസ് വരും. വളരെയധികം സന്തോഷകരമായ മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരും. സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. കണ്ടില്ലേ? ഇവിടെ അപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് സക്സസ് വരും. വളരെ നല്ല ചേഞ്ചസും വരാനുള്ള സമയമായിരിക്കുന്നു. വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുവിൻ എന്നാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറന്നു പോവല്ലേ. ലൈക്ക് ചെയ്യുന്നതിലൂടെയും കമൻറ്റ് ചെയ്യുന്നതിലൂടെയും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.